ഇയാൾക്ക് വലിയൊരു പങ്കുണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്, എന്നാലും ഇയാളൊരു സ്പെഷ്യൽ ആട്ടോ. യമുനയാற்றிലെ ഈരക്കാറ്റിലെ കണ്ണനോടുതാനാട് பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோவா. ചില പാട്ട് പാടാനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ വേണം അകത്തുനിന്ന്. അത് രാഗഭാവമൊക്കെ തന്നിങ്ങനെ ഇനി നിങ്ങൾ പാടിയാൽ മതി എന്നുള്ള കൊണ്ടുവന്ന് നിർത്തും. കൃഷ്ണ തുളസി കതിരായി ജന്മം എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. ഫസ്റ്റ് 100 പേരെ വെച്ചു എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു ഫസ്റ്റില്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ഉണ്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് വലിയ സ്കെയിലേക്ക് ഉറപ്പായിട്ടും പോകത്തില്ലായിരുന്നു. അതൊരു ഫെയിലിയർ ആയിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ചെയ്തില്ലോ. നമ്മൾ ഫസ്റ്റ് സാധനം സക്സസ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത് ട്രയൽ പിന്നെ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഓഡിയൻസ് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആട്ടോ. കാരണം അവര് തന്ന ഒരു ഇതാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ ഭജൻ കണക്ട് മുന്നോട്ട് പോകാനുള്ള റീസൺ. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു കിനാവ് കണ്ടു. ഇത് നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്? യമുനയാറ്റിലെ. ശരി. ഓക്കെ. യമുനയാற்றிലെ ഈരക്കാറ്റിലെ കണ്ണനോടുതാനാട് பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோவா. இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இளைய கண்ணியில் இமைத்திடாத கண் இங்கும் எங்குமே தேட ஆயபாடியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆயபாடியில் கண்ணனில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் ராதா. എന്തേ നീ കണ്ണാ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം എന്തേ നീ കണ്ണാ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം എന്തേ നീ കൃഷ്ണ എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല ഇന്നു കഴിയുന്നു പാവമീ ഗോപിക. മനോഹരി രാധേ രാധേ മുരാരി എന്നെവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുടം തണ്ടു മൂടി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗതവഗീതം പകരാനില്ല. മനോഹരി 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 രാധേ രാധേ മുരാരി എന്നെവിടെ പെണ്ണെ വിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചൊല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുടം തണ്ടു മൂടി പെണ്ണെ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗതവഗീതം പകരാനില്ല. കൃഷ്ണ നീ വേഗനേ പരോ
കൃഷ്ണ നീ വേഗനേ ബാരോ 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 കൃഷ്ണ നീ വേഗനേ ബാരോ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ദ വരന്ദ വൃന്ദാവനന്ദ വരന്ദ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ദ വരന്ദ വൃന്ദാവനന്ദ വനന്ദ വെണ്ണയുണ്ടവായാൽ മണ്ണയുണ്ടവാ പെണ്ണയുണ്ട കാതൽ നോയ്ക്ക് മരുന്നാകവാ ഹേ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ദ വരന്ദ വൃന്ദാവനന്ദ വനന്ദ என்ன செய்யனாலும் தோல் பறைதான் உந்தன் கைகளாடி வைக்கும் நூல் பாவைதான் ஹே முகுந்த முகுந்த கிருஷ்ண முகுந்த முகுந்த വരന്ദ വരന്ദ വൃന്ദാവനന്ദ വനന്ദ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ദ വരന്ദ വൃന്ദാവനന്ദ വനന്ദ രാധാ മനമോഹന മേഘശ്യാമ മംഗളധാമ 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 മേഘശ്യാമ മംഗളധാമ മേഘശ്യാമ മംഗളധാമ മേഘശ്യാമ മംഗളധാമ മേഘശ്യാമ മംഗളധാമ അതെ പെട്ടെന്ന് കിടൂല്ലേ പക്ഷെ അത് അതിന് മാച്ച് ആയിട്ടാ വരുന്നത് അപ്പൊ ഏട്ടൻ പാടുമ്പോ അവിടേക്ക് വരുന്നത് എങ്ങനെ മനസ്സിലാവും അത് മാച്ച് ആവോ താളം റെഡി ആവോ ലാസ്റ്റ് പരിപാടി കൊണ്ട് പാടിയ ഓക്കെ ആയിരിക്കും ഈ മനിൽ വന്നത് പാടിയാണ് ഒരു പാടുമ്പോഴും തരാൻ പാടില്ല തെറ്റിയാലും ഇനി അതോ തെറ്റിയാലും ഞങ്ങളുടെ ടിസ്റ്റാന്ന് ഓർക്കും. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് വലിയൊരു പങ്കുണ്ട് അല്ലേ? എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഇയാളൊരു സ്പെഷ്യൽ ആട്ടോ. ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ചില പാട്ട് പാടാനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ വേണം അകത്തുനിന്ന്. അത് രാഗഭാവമൊക്കെ തന്നിങ്ങനെ ഇനി നിങ്ങൾ പാടിയാൽ മതി എന്നുള്ള കൊണ്ടുവന്ന് നിർത്തും. ഞങ്ങളുടെ ഗ്രൂപ്പില് മ്യൂസിക്കലി കർണാട്ടിക് വൈസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. അതായത് പാടുകയും ചെയ്യും. വയലിൻ അവൻ എക്സ്പേർട്ട് ആണ്. അവൾ രക്ഷയില്ല. ഞങ്ങളുടെ രാഗത്തിന്റെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചോദിക്കാൻ അവനോട് ചോദിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുമല്ലോ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോല മേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോല മേഘമായി. കുറവായിരുന്നു പെട്ടെന്നുള്ളതുകൊണ്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. പക്ഷെ ഒട്ടും കുറയണ്ട. നല്ല ഒട്ടും പോയതാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല
വോയിസ് ആളുടെ അല്ലേ? ഈ വയലിൽ ഇങ്ങനെ ഒതുങ്ങി പോരുത്, അതുകൂടി കൊണ്ടുവരണം കേട്ടോ. അഖിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്നു കുറെ സാറ്റലൈറ്റ് ചാനൽസിൽ പോയി അല്ലേ? നമ്മള് അവിടെ ഒരുപാട് സോറി സുജാത ചേച്ചി, ചിത്ര ചേച്ചി എല്ലാവരും ചോദിച്ചതാണ്. പക്ഷെ നിങ്ങളുടെ വിശേഷങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്. അവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്പോട്ട് ആയിട്ടൊരു സോങ് തരുന്നു, അതിനെന്തോ കോപ്പറേറ്റ് ചെയ്യുന്നു, വീണ്ടും 15 മിനിറ്റ് കൊണ്ട് വേറൊരു പാട്ട് തരുന്നു, അതും നിങ്ങൾ അടിപൊളിയായിട്ട് പാടുന്നു അല്ലേ? നിങ്ങൾക്ക് എന്ത് പെട്ടെന്ന് പാടുമ്പോൾ ഇംപ്രൂവൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ടാസ്ക് ആണോന്നല്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ സാധനം വരുന്ന നമുക്ക് അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ സാധനം ഞങ്ങൾക്ക് തന്നെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടീവ് ചെയ്യാൻ, നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സാധനം ഒരാൾ കൊണ്ടുവരുമ്പോഴത്തേന് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആണ്. ആ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം ഒരു പുതിയൊരു സാധനം, ഒരു ഇംപ്രൈസേഷൻ, ഇപ്പൊ രാജേഷ് ഇപ്പൊ ഞാനൊരു സാധനം പാടിയപ്പോൾ ഒരു ഹാപ്പി ആയില്ലേ, ആ ഒരു സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പുതിയത് എന്തോ അതിന് നമുക്ക് ഒരു ഇഷ്ടമാണ് അല്ലേ? ആദ്യം നമ്മൾ സന്തോഷിക്കണം, എന്നാലേ ബാക്കിയുള്ളവർ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ഇത് ശരിക്കും എൻജോയ് ചെയ്യും സത്യം പറഞ്ഞു. അത് കഴിയുമ്പോ അപ്പൊ ആ എൻജോയ്മെന്റ് ആണ് നിങ്ങൾക്ക് ശരിയായിട്ടും ഞങ്ങളുടെ ഈ നോട്ടത്തിലൂടെ കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് മനസ്സിലാവും. നിങ്ങളുടെ ഓരോ നോട്ടവും ഓരോ ചിരിയും നിങ്ങളുടെ എക്സ്പ്രഷൻ വരെ നമുക്ക് കിട്ടുന്ന ഭയങ്കര രസമായിട്ടാണ്. അത് നിങ്ങൾ എന്തായാലും മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അല്ല, പല സ്റ്റേജസിലും ഞങ്ങളിരിക്കുന്നത് ഈ ഓഡിയൻസ് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അതിന്റെ അങ്ങേയറ്റത്തെ ഒരു പ്ലഷർ നമുക്ക് വരും. അപ്പോൾ ഇപ്പൊ ഈവൻ സിയാവതി ഏറ്റവും കൂടുതൽ ഹിറ്റായത് നമ്മുടെ ഇവിടുത്തെ എറണാകുളം കണക്റ്റിലാണ്. അത് ആക്ച്വലി ഞാനും ഇപ്പൊ റിതം സൈഡ് മെയിൻ ഉണ്ണിക്കുട്ടനുണ്ട്, ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ ആരും എൻജോയ് ചെയ്ത് കാണില്ല. ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഞാൻ നോയമ്പറോട് പറഞ്ഞു ഇത് ഹിറ്റാണ്, സൂപ്പർ ഹിറ്റാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് പ്രഷറാണ് ഞങ്ങൾക്ക് സ്റ്റേജിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. ആ പാസിംഗ് ഓഫ് എനർജിയാണ്. പോസ്റ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ സാധനം. കാര്യം അതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാനൊക്കെ ഹാർമോണി മുമ്പിലുള്ളതുകൊണ്ടല്ലേ എഴുന്നേറ്റ് പലപ്പോഴും ഇങ്ങനെ പിടിച്ചു തീർത്ത് സൈഡിൽ. ചേട്ടാ കുറെ പിന്നോട്ട് പോകുമ്പോ ഫസ്റ്റ് 100 പേരെ വെച്ചു എന്ന് പറഞ്ഞ ഒരു ഷോ ഉണ്ടായിരുന്നു ഫസ്റ്റില്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ആ ഓഡിയൻസിന്റെ, അതായത് നമ്മുടെ ഒരു ട്രയലാണ് അല്ലേ, ശരിക്കും വരുമോ എന്നുള്ള ഒരു ട്രയലാണ്. അത് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസ് ഇപ്പൊ കിട്ടുന്ന റെസ്പോൺസ് നോക്കുമ്പോൾ സംതിങ് സ്പെഷ്യൽ ആയിട്ട് തോന്നാറുണ്ടോ അന്ന് കിട്ടിയ ഫസ്റ്റ് അറ്റംപ്റ്റ്? ഉറപ്പായിട്ടും. കാര്യം അവരായിരുന്നല്ലോ നമ്മൾ ആദ്യം ഇത് അടിപൊളിയാണെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. അപ്പൊ അവർ തന്ന കോൺഫിഡൻസ് ആണ് ഞങ്ങൾ വലിയ സ്കെയിലിലേക്ക് ചെയ്യാനായിട്ടുള്ള റീസൺ. അപ്പൊ അവരിപ്പോഴും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ കൂടെ ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചിട്ടുള്ളൂ, എല്ലാവർക്കും സോറി ചോദിച്ചു. വാട്സ്ആപ്പ് ദുബായിലെ ഗ്രൂപ്പിൽ ഭജൻ കണക്റ്റിലെ ആൾക്കാരെടുത്ത് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളെ മറന്നിട്ടല്ല, നമ്മൾ അടുത്ത ഭജൻ കണക്ട് ഉടനെ തന്നെ വെക്കുന്നതായിരിക്കും. ഡിസംബറിൽ ഞങ്ങൾ വീണ്ടും ദുബായിലാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് വലിയ സ്കെയിലേക്ക് ഉറപ്പായിട്ടും പോകത്തില്ലായിരുന്നു. അതൊരു ഫെയിലിയർ ആയിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ചെയ്തില്ലോ. നമ്മൾ ഫസ്റ്റ് സാധനം നമ്മൾ സക്സസ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത് ട്രയൽ പിന്നെ ചെയ്യുള്ളൂ. തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ ഓഡിയൻസ് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആട്ടോ. കാരണം അവര് തന്ന ഒരു ഇതാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ ഭജൻ കണക്ട് മുന്നോട്ട് പോകാനുള്ള റീസൺ. ട്രിവാൻഡ്രത്ത് നമ്മുടെ ഭജൻ കണക്ട് ഫസ്റ്റ് ഞങ്ങളിവിടെ ഭജൻ കണക്ട് കൊടുക്കുന്ന ട്രിവാൻഡ്രത്താണ് ദുബായിൽ കഴിഞ്ഞപ്പോൾ. അതിനകത്തുള്ള അവര് ട്രിവാൻഡ്രം, കൊച്ചി, തൃശ്ശൂര്, ഇപ്പൊ ബാംഗ്ലൂരും ബുക്ക് ചെയ്തിട്ടുണ്ട്. ദേവി ചേച്ചി ഞാൻ ടീം എന്നാണ് ഞങ്ങൾ പറയണം. ഒരു സോപാന സംഗീതത്തിന്റെ ഒരു ഗ്യാങ് ഉണ്ട്. അവരിപ്പോ ഒരു ടീം ഗ്രൂപ്പ് ചിലപ്പോ വെച്ചിട്ടുണ്ടോ? ക്ലസ്റ്റർ ഉണ്ട് അവരുടെ, അവരെല്ലാരും പ്രോഗ്രാമിന് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത്ര നേരം നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ലൈക്ക് നമ്മുടെ ഓഡിയൻസിന്റെ കൈൻഡ് ഓഫ് ആ ഒരു ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് ഒക്കെയാണ് വ്യൂവേഴ്സ് എല്ലാം കേട്ട്, അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂസ് ഉണ്ടാവണം. ലൈക്ക് അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മനസ്സിലുണ്ടാവുന്ന സംഭവമാണ് എപ്പോഴെങ്കിലും ഇത് പറയണം എന്നുള്ളത്. അപ്പം കുറെയൊക്കെ ഇന്റർവ്യൂല് മനുഷ്യേട്ടനും ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ഇത് പറയാതെ പറ്റണില്ല. ഇനി എന്നാണ് ഇന്റർവ്യൂ, ലൈക്ക് എനിക്കത് പിടിച്ചിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്. നമ്മുടെ ഇവരെല്ലാരും വൈഫ്, ലൈക്ക് എല്ലാരും ഭാര്യമാരും ഒരു വലിയ ടീം, ഇതിനെക്കാട്ടും വലിയ ടീമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ ഭാര്യ രാധിക ചേച്ചി മുതൽ ശ്രീദേവി ചേച്ചി, പിന്നെ രാധിക ചേച്ചി, ഹരിച്ചേട്ടന്റെ രാധിക ചേച്ചി, പിന്നെ ദിവ്യ ചേച്ചി, അങ്ങനെയുള്ള ഒരു ടീം, ഒരു ഭാര്യമാരുടെ ടീം തന്നെ ഉണ്ട്. അവര് നമുക്ക് തരുന്ന ഒരു എനർജി, അത് ഞാൻ പേരെടുത്ത് പറയാൻ കാരണം നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഇവരെല്ലാരും ഭാര്യമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പേരെടുത്ത് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തരുന്ന ഒരു എനർജി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർ എന്നോട് ഇപ്പൊ മുഖത്തുള്ള എക്സ്പ്രഷൻ മുതൽ പാട്ടിൽ വരുത്തേണ്ട ചേഞ്ചസ് വരെ അവരെന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഇവരെല്ലാരും നമുക്ക് എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ്. ഇതേപോലെ ഞങ്ങളെല്ലാരെ പോലെ തന്നെ
അവരും എല്ലാവരിലേക്കും എത്തേണ്ട ആളുകളാണ്. അപ്പൊ അവരുടെ പേര് പറയാതെ പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എത്രയും പ്രിയപ്പെട്ട മാനേജർ ഉണ്ണിച്ചേട്ടൻ. സീരിയസ്ലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും എന്താ പറയാ, ഇതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് വിചാരിക്കരുത്. എനിക്ക് വളരെ കൈകുപ്പിക്കൊണ്ട് തന്നെ പറയാണ്, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉണ്ണിച്ചേട്ടൻ ഞങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ആ പ്രോഗ്രാമിന്റെ സൗണ്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എല്ലാം അറിയണത്. ഞാൻ ഒരു ദിവസം ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തു, ഒരു 2 മണിക്കൂർ അറൗണ്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഉണ്ണിച്ചേട്ടന് വരുന്ന കോളുകളുടെ മാത്രമല്ല, ഉണ്ണിച്ചേട്ടൻ ഡീൽ ചെയ്യണ കാര്യങ്ങൾ, സൗണ്ട്, സ്റ്റേജിലേക്കുള്ള വെള്ളം മുതൽ എല്ലാ കാര്യങ്ങളും അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റിലൂടെയും ഉണ്ണിച്ചേട്ടൻ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ അത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൈകുപ്പിയല്ലാതെ ഒന്നും പറയാതെ പോകാൻ വേണ്ടി പറ്റണില്ല. അപ്പൊ ഞങ്ങളുടെ മാനേജറിന് നല്ലൊരു അത് ഞങ്ങള് സത്യസന്ധമായ കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ചെന്നിരിക്കുമ്പോൾ യാതൊരു ടെൻഷനും ഇല്ല. നമ്മൾ ഇൻസ്ട്രുമെന്റ് എടുത്ത് പ്ലേസ് ചെയ്യുക. ഞാൻ എൻ്റെ വലത്തോട്ട് കൈ നീട്ടി കഴിഞ്ഞാൽ എനിക്കുള്ള ജാക്സ് കാണും, ഇടത്തോട്ട് നോക്കി ഞാൻ കുപ്പി വെള്ളം എന്ന് വേണ്ട A to Z കാര്യങ്ങൾ മാനേജർ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അദ്ദേഹത്തിന് അടുത്തൊരു നോ പറയാനായിട്ട്. ഭയങ്കര കാർക്കശ്യം അല്ല, ഞങ്ങളെ നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോകുന്നതാണ് വൈകുന്നേരം ഫുഡ് ഉറപ്പാ. അതെ, എന്റെ വൈഫും ഭാര്യമാരെല്ലാം കൂടെ അവന് നന്നായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല അതല്ല, ചേച്ചിമാരെല്ലാരും ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇവരൊക്കെ മുന്നേ തന്നെ അറിയണോണ്ട് അവര് നന്ദഗോവിന്ദരെ തന്നെ ഒരു വലിയൊരു ലിസണേഴ്സ് ആണ്. അപ്പൊ നല്ല ലിസണേഴ്സിന് ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള അഡ്വൈസ് തരാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ അഡ്വൈസ് എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഒരിക്കലും അവരുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരും ഫാമിലീസ് എല്ലാ ഇന്റർവ്യൂവിൽ പറയണതാണ്, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ഞങ്ങളുടെ കൊളീഗ്സ് ആയി കഴിഞ്ഞാലും ഞങ്ങളുടെ ഓഫീസിലത്തെ എന്താ പറയാ എല്ലാ ഓഫീസേഴ്സും ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കണത് നമ്മളവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലും നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കണ എല്ലാവർക്കും ചേച്ചിമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഭാര്യമാർക്ക് വേണ്ടി പേര് വിട്ടുപോയി. എല്ലാവർക്കും അല്ല അവരവരുടെ ഭാര്യമാരെ അറിയായിരിക്കുമല്ലോ. 2 ദിവ്യ, 2 രാധിക, ശ്രീദേവി, അങ്ങനെയൊക്കെ. സത്യ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ വൈഫ് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നത്. വീട്ടിൽ എന്തെങ്കിലും നിങ്ങൾ ലേറ്റ് ആയി വരുന്നതിന് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങളുടെ മൂടേ നശിച്ചു പോവില്ലേ? പക്ഷെ അവരുടെയും വലിയൊരു ഇതുണ്ട് കേട്ടോ, അത് അവരെയും പറയണം. കറക്റ്റ് ആണോ നീ പറഞ്ഞത്? അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഭാര്യ ഞാൻ കണ്ടില്ല, ചോദിച്ചിട്ടില്ല. അവര് ഭാര്യയായിട്ടില്ല, ഭാര്യ നോക്കിക്കോ. ഒരാവശ്യമില്ലായിരുന്നു, ഞാൻ എടുത്തിട്ടതാണ്. എന്താ പറയാ, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ എല്ലാരും വൈഷ്ണവേട്ടൻ തന്നെ പറഞ്ഞ പോലെ തന്നെ ചേട്ടന്മാരുടെ എല്ലാം ഭാര്യമാര് ഇവൻ എന്നെ പോലും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ചിരിച്ച് പാടണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനും ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒത്തിരി ഹാപ്പിയാണ്. ഒത്തിരി ഹാപ്പിയാണ്. പിന്നെ ഒത്തിരി സന്തോഷം. അടുത്ത 10 വർഷമായാലും ഇവൻ പറയും 1 വർഷം ഞാൻ വന്നതാണ്, ഞാൻ പുതിയ ആളാണ്. വളരെ സന്തോഷമാണ്. ഇനി ഇവിടെ ഒരാളുണ്ട്, എക്സൈറ്റഡ് ചെറിയ കുട്ടിയാണ്. അവൻ എക്സൈറ്റഡ് പ്രോസസ് ചെയ്തോണ്ടിരിക്കും. അല്ല ആക്ച്വലി ഞാൻ +1 ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, +1 ജോയിൻ ചെയ്തത്. അപ്പൊ അന്നും
ഞാൻ ആക്ച്വലി മാത്സ് ബോർഡ് എക്സാമിന്റെ +2 മാത്സ് ബോർഡ് എക്സാമിന്റെ തലേ ദിവസം രാത്രി ശിവരാത്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി 12 മണി 1 മണിക്ക് വീട്ടിലെത്തിയിട്ട് 5 മണിക്ക് എനിക്ക് പരീക്ഷയ്ക്ക് പോയി. എന്നാൽ അത്രയും പോലും എനിക്ക് ആ പരിപാടി ഒഴിവാക്കാൻ എനിക്ക് താല്പര്യം. തലമുറകളായിട്ട് അങ്ങനെ ഒരാളുണ്ട് പ്രവീൺ, ഞങ്ങളുടെ കൂട്ടത്തില് പഴയ പാട്ടുകൾ മനോഹരി രാധയൊക്കെ ഫസ്റ്റ് വൈറലായത് അവന്റെ ഫേസ് ആയിരുന്നു. പ്രവീൺ ഇപ്പൊ കാനഡയിലാണ്, കാനഡയിൽ നമ്മുടെ ഗ്രൂപ്പുള്ളത്. അപ്പൊ ഞാനും പ്രവീണും ഇതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഡിഗ്രി 3rd ഇയറിന്റെ ഫൈനൽ എക്സാമിന്റെ ഏറ്റവും ടഫുള്ള എക്സാമിനേഷൻ ഞാനും പ്രവീണും തലേദിവസം പ്രോഗ്രാമിന് പോയേക്കുക. ശിവരാത്രി പ്രോഗ്രാം തീരുന്ന രാത്രി 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും അവന് ഡിസൈഡ് ചെയ്തു, ഓക്കെ നമ്മൾ വരുന്നു രാത്രി വരുന്നു, ഫുൾ ഇരുന്ന് രാത്രി രാവിലെ വരെ ഉറക്കം ഒളിക്കാതിരുന്ന് പഠിക്കുന്നു, എക്സാമിന് പോകുന്നു, രാവിലെ എക്സാം. അപ്പൊ രാത്രി വന്നു ഞാനുണ്ട് അമ്മയോട് കട്ടൻ കാപ്പി ഉണ്ടാക്കുന്ന എത്ര പറഞ്ഞു. എൻ്റെ അമ്മയെ കട്ടൻ കാപ്പി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ടേറ്റ സൗണ്ട്, അവന്റെ തല പോയിട്ട് മറ്റേ താഴെ ഇരിക്കുന്ന അളിയ ഒരു 10 മിനിറ്റ് നമുക്ക് ഉറങ്ങാം, അപ്പൊ നമുക്ക് ചാർജ് ആവുമെന്ന് പറഞ്ഞു. ഉറങ്ങി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു. ആ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് A1. നല്ല മാർക്കോ? നിങ്ങളുടെ മാർക്ക് ചോദിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാട്ടോടുകൂടി നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, എന്റെ ട്രെയിൻ പോകും. ഓക്കെ, തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തേക്കിനാവ് കണ്ടു. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു കണ്ടു. മകഹീര പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചോടി മാകൊമ്പിൽ പൊന്നു ഞാനാടിയാടി. മകഹീര പൂനിലാവിൽ ദശപുഷ്പങ്ങളും ചോടി മാകൊമ്പിൽ പൊന്നു ഞാനാടിയാടി. തിരുനോവിൽ മനമൂന്നി മലമകളിരിക്കുമ്പോൾ മദനന്റെ മലരമ്പു ഭഗവാനേറ്റു. തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തേക്കിനാവ് കണ്ടു. പുറകിന്നു മിഴി പൊത്തി പുരഹരൻ ദേവിയോ
ഉറയുള്ള ഭഗവാൻ ഒരു നാൾ ഗൗരിയൻ ഒരു തേക്കിനാവ് കണ്ടു. ഗൗരിയൻ ഒരു തേക്കിനാവ് കണ്ടു. കൈയടിക്കുമ്പോൾ നമ്മൾ നിർത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഒരു ഞാൻ എന്റെ കണ്ണിനും കരളിനും കുളിർമയേകിയ ഒരു കാഴ്ചയും അതുപോലെ തന്നെ പാട്ടും പാടി തന്ന നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. ഓരോരുത്തരടുത്ത് എണ്ണി പറയാൻ വയ്യ, എല്ലാവരും ഇട്ടിട്ട് എടുക്കണം. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നതിന് ഞങ്ങൾക്ക് ഇത്രയും നല്ല പാട്ടുകൾ പാടി തന്നതിന് എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി മീഡിയയിലെ എല്ലാവർക്കും നന്ദഗോവിന്ദ മജൽസിൻ്റെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും ഞങ്ങളുടെയും നന്ദിയും സന്തോഷം അറിയിക്കുന്നു. സ്പെഷ്യൽ ഇത് നൈനിഷക്കും പറയണം. നൈനിഷയ്ക്ക് നിങ്ങളുടെ ആദ്യം പറഞ്ഞില്ല പേര് മറന്നു പോകുന്നു, ഞാൻ മറന്നുപോയായിരുന്നു. അത് പേര് സ്പെഷ്യൽ ആണ്, പക്ഷേ രാജേഷ് ഓർത്തിരുന്നു. അതെ നൈനിഷക്ക് ഒരു നമ്മളെ ഇത്ര കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മളെ അതല്ല, അത് ഭയങ്കര ഹൈ പോസിറ്റീവ് എനർജി കേട്ടോ. അത് നല്ലൊരു വൈബ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു.